അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ വസന്തം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമായി വിശ്വാസികളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആദ്യത്തെ 10-ഉം രണ്ടാമത്തെ 10-ഉം പര്യവസാനിച്ച് റഹ്മത്തിൻ്റെ 10-ഉം മഗ്ഫിറത്തിൻ്റെ 10-ഉം വിട പറഞ്ഞ് വിശ്വാസിയുടെ ഹൃദയത്തിലെ ഏറെ പ്രതീക്ഷയാകുന്ന നരകമോചനത്തിൻ്റെ 10-ലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ അവസാനത്തെ 10-ൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അതല്ലെങ്കിൽ വിശ്വാസികൾക്ക്, മുസ്ലിം ഉമ്മത്തിന്, അതിനേക്കാൾ അപ്പുറം മുഹമ്മദ് നബിയുടെ സമുദായത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഓഫർ ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ലൈലത്തുൽ ഖദർ ലഭ്യമായാൽ, അതിൻ്റെ അനുഗ്രഹവും സൗഭാഗ്യവും കരസ്ഥമാക്കാൻ സാധിച്ചാൽ, ആ വിശ്വാസിക്ക് കിട്ടുന്ന അനിർവചനീയമായ നന്മകളെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നമുക്കാദ്യം എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് ഖുർആൻ പറയുന്നതിനെ ഒന്ന് പരിചയപ്പെടാം. വളരെ മനോഹരമായി വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിലൂടെ, ആ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഖദർ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. വളരെ മനോഹരമായ ഒരു അധ്യായം. ഖുർആൻ ചോദിക്കുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് നാം വിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്നറിയോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളെക്കാൾ പ്രാധാന്യമുള്ള, മഹത്വമുള്ള ഒരു രാത്രിയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഖൈറായ, നന്മയാർന്ന ഒരു രാത്രി. തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അന്നേ ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെ ആ രാത്രി സമാധാനമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഹ്രസ്വമായി അതിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 1000 മാസങ്ങളെക്കാൾ പ്രാധാന്യമുള്ള ഒരു രാത്രിയെ മുന്നിൽ വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് വലിയൊരു ഓഫർ നൽകുന്നത്. ആ രാത്രി മുഴുവൻ സമാധാനമാണ്. 83 വർഷവും 4 മാസവും കൂടുന്നതാണല്ലോ 1000 മാസം എന്ന് പറയുന്നത്. ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ്. 1000 മാസങ്ങളെക്കാൾ ഖൈറാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 1000 മാസങ്ങളെക്കാൾ പ്രാധാന്യമുള്ള ഒരു രാത്രി. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ സാധാരണ ജീവിക്കുന്നത് ഒരു 60 വയസ്സ് 70 വയസ്സ് അങ്ങേറ്റം പോയ നമ്മുടെ പൂർവ്വകാരണവന്മാരൊക്കെ ഒരു 80-90 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഇന്നൊന്നും അങ്ങനെ ഒരു ആയുസ് കിട്ടുന്നില്ല. ഇന്ന് വെല്ലുപ്പാക്ക് 90 വയസ്സുള്ള വെല്ലുപ്പ ജീവിച്ചിരിക്കുമ്പോൾ 60-ഉം 55-ഉം ഒക്കെ വയസ്സുള്ള മൂത്ത മക്കൾ മരണപ്പെട്ടു പോകുന്നൊരു കാലമാണ്. അപ്പോൾ 83 വർഷവും 4 മാസവും ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചാൽ ചെയ്യാൻ പറ്റുന്ന അമലുകൾ, കർമ്മങ്ങളെക്കാൾ അപ്പുറം ഒറ്റ രാത്രി കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് ലഭ്യമാവുകയാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കരസ്ഥമാക്കാൻ കഴിയുകയാണ്. അള്ളാഹു ആ രാത്രിയിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തീരാത്ത സൗഭാഗ്യങ്ങളാണ്. അങ്ങനത്തെ ഒരു രാത്രിയെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കൗതുകം, ഒരു വിഷയത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു അധ്യായത്തെ സെറ്റ് ചെയ്യുമ്പോൾ
അതിൽ 3 തവണ ആവർത്തിച്ച് ലൈലത്തുൽ ഖദർ എന്ന് പറയപ്പെടുന്നു എന്നുള്ളതാണ്. ലൈലത്തുൽ ഖദർ എന്ന പദത്തിൽ 9 അക്ഷരങ്ങളാണുള്ളത്. ലാമ്, യാ, പിന്നെ ഒരു ലാമ്, പിന്നെ ഹാത്ത. അൽ ഖദർ അലിഫ്, ലാമ്, ഖാഫ്, ദാല്, റാ. കണ്ടോ, 9 അക്ഷരങ്ങളാണ് ലൈലത്തുൽ ഖദർ എന്ന പദത്തിലുള്ളത്. ഈ ലൈലത്തുൽ ഖദറിനെ എന്ന പദത്തെ 3 തവണ ആവർത്തിച്ചു കൊണ്ടുവന്നപ്പോൾ നമുക്കൊരു കാര്യം അക്ഷരങ്ങളുടെ കൂട്ടമായി കണക്കുകൂട്ടി പറഞ്ഞു തരുന്നുണ്ട് മഹത്തുക്കളായ ആളുകൾ. ഈ അദ്ധ്യായത്തിൽ 3 തവണ ആവർത്തിച്ച് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു വന്നതുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ പദങ്ങളുടെ അക്ഷരങ്ങളുടെ എണ്ണം 9 എന്നുള്ളതുകൊണ്ടും 27-ാം രാവ് 27 ആണല്ലോ, 27-ാം രാവിനെ ലൈലത്തുൽ ഖദറിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ രാവാണ്. നമ്മളത് മനസ്സിലാക്കി നമ്മുടെ മുൻഗാമികൾ അത് ഉൾക്കൊണ്ടിട്ടാണ് റമദാൻ മാസത്തിലെ ഏറ്റവും പ്രസക്തമായി, ഏറ്റവും നന്നായി, ഏറ്റവും വളരെ നന്നായി ഉപയോഗപ്പെടുത്തുന്നത് 27-ാം രാവിലായിരിക്കും. റമദാനിലെ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാവുകളിലൊക്കെയും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഹയാത്താക്കുന്നത്, ജീവിപ്പിക്കുന്നത് 27-ാം രാവിലാണ്. അതിൻ്റെ സാങ്കത്യം ഇതാണ്. കാരണം ലൈലത്തുൽ ഖദറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അദ്ധ്യായത്തിൽ ലൈലത്തുൽ ഖദർ എന്ന പദം 3 വട്ടം ആവർത്തിച്ചു വരുന്നു എന്നുള്ളതുകൊണ്ട് 3927 എന്ന അക്ഷരത്തിൻ്റെ ഒരു സൗകുമാര്യതയെ ഉൾക്കൊണ്ടിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ലൈലത്തുൽ ഖദർ ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറെ വലിയ സൗഭാഗ്യമാണ്. അത് ഒരു വർഷം, ഒരേ ഒരു വർഷം കരസ്ഥമാക്കാൻ പറ്റിയാൽ, ഒരു വർഷം നന്നായി ത്യാഗം ചെയ്ത് ഹയാത്താക്കി ഹറാമുകളോ കറാഹത്തുകളോ തെറ്റുകളോ കുറ്റങ്ങളോ വരാതെ ലൈലത്തുൽ ഖദറിന് തടസ്സമാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ വളരെ ശ്രദ്ധിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷ്മതയോടെ ലൈലത്തുൽ ഖദറിൻ്റെ ആ രാവിനെ ജീവസുറ്റതാക്കിയാൽ, നമുക്കറിയാം ഇശാ നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച്, അന്നത്തെ മഗ്രിബും ജമാഅത്തായി കുറ്റമറ്റ നിലയിൽ നിർവഹിച്ച്, അന്നത്തെ സുബിഹിയും കുറ്റമറ്റ നിലയിൽ ജമാഅത്തായി നിർവഹിച്ച്, അന്നത്തെ രാത്രി തസ്ബീഹ് നിസ്കരിച്ച് വിശുദ്ധ ഖുർആൻ ഓതി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി റഹ്മത്തിനെ ചോദിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സുഹൃതങ്ങൾ എന്തൊക്കെയുണ്ടോ ഉറക്കമുളച്ചിരുന്നിട്ട് അതൊക്കെ ചെയ്ത് അവസാന യാമങ്ങളിൽ അല്പസമയമൊന്ന് കണ്ണടച്ച് അസ്ഹാറിൻ്റെ സമയത്ത് ഉണർന്ന് തഹജ്ജുദ് നിസ്കരിച്ച് കണ്ണീർ വാർത്ത് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ലഭ്യമാകുന്ന ഒരു സൗഭാഗ്യം. കാരണം അന്ന് ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും പൂർവമായ എല്ലാ സന്നാഹങ്ങളോടും റബ്ബിൻ്റെ റഹ്മത്തുമായിട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് അൽഹംദുലില്ലാ പടച്ച റബ്ബ് നൽകുന്ന മുഴുവൻ സൗഭാഗ്യങ്ങളും ഭൂമിയിലെ മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് അള്ളാഹുവിനെ ഖേദിച്ച്, അള്ളാഹുവിനെ പ്രതീക്ഷിച്ച്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ പ്രതീക്ഷിച്ച് ജീവസുറ്റതാക്കിയവർക്ക് വേണ്ടിയിട്ടുള്ള സലാം, രക്ഷയുടെ കവാടങ്ങൾ, ആശീർവാദങ്ങൾ നൽകപ്പെടുമ്പോൾ അത് കരസ്ഥമാക്കാനുള്ള വലിയ ഒരുക്കം വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ട്. വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നത് 27-ാം രാവ് തന്നെ ഒരു ആഘോഷമാക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ പള്ളികളിലും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും പള്ളിയിൽ വരില്ല. പക്ഷേ 27-ാം രാവിൻ്റെ അന്ന് വന്നിട്ട് പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് കുറേയൊക്കെ ഇമാമിൻ്റെ കൂടെ നിസ്കാരത്തിൽ തറാവീഹ് നിസ്കാരത്തിലും പിതൃ നിസ്കാരത്തിലൊക്കെ ഏർപ്പെട്ടു, എല്ലാം കഴിഞ്ഞ് അതിനോടൊപ്പം പിന്നെ കുറേ വർത്താനം. പള്ളിയാണല്ലോ, ഇത് പള്ളിയാണ്, റബ്ബിൻ്റെ പള്ളിയിലാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട് ചാരിയിരുന്നും ഒരുപാട് കറാഹത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നും മൊബൈൽ ഫോൺ കയ്യിലുള്ളത് കൊണ്ട് എന്താണ് കാണുന്നത്, എന്താണ് നോക്കുന്നത്, എന്താണ് പിന്നെ സെർച്ച് ചെയ്യുന്നതൊന്നും ശ്രദ്ധിക്കാതെ പൊതുവായി എവിടെ ഇരുന്നൊക്കെ അങ്ങാടിയിലും വീട്ടിലുമൊക്കെ ഇരുന്ന് ചെയ്യുന്നത് പോലെ പള്ളിയിലിരുന്നും ചെയ്യുന്ന, ഇരിക്കുന്ന സ്ഥലത്തിൻ്റെയും ഇരിക്കുന്ന രാവിൻ്റെയും ഇരിക്കുന്ന സമയത്തിൻ്റെയും മാഹാത്മ്യം മനസ്സിലാക്കാതെ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടം അധികരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓട്ടമായിട്ട് പള്ളികളിൽ ഒരുക്കിയ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപക്ഷെ സുബഹി പോലും നിസ്കരിക്കാതെ, തഹജ്ജുദ് പോലും നിസ്കരിക്കാതെ ആ രാവിനെ ആഘോഷമാക്കുന്നൊരു സാഹചര്യവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധ റമദാനിൽ മുഹമ്മദ് നബിയുടെ സമുദായത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണമാണ്. രണ്ടാമത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ലൈലത്തുൽ ഖദറാണ്. ആ ഖുർആനും ലൈലത്തുൽ ഖദറും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്.
ലൈലത്തുൽ ഖദറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തുടങ്ങുന്നത് ഈ രാവിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ്, ഖദറിൻ്റെ രാത്രിയിലാണ് പരിശുദ്ധമായ ഈ ഗ്രന്ഥത്തെ ഞാൻ അവതരിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ കലാമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തിനെ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് റമദാനിലെ ഖദറിൻ്റെ രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഓരോ വർഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവായി, ശ്രേഷ്ഠത നിറഞ്ഞ ഒരു രാവായി അള്ളാഹു ആ രാവിനെ സജ്ജീകരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അത് ഖുർആനോടുള്ള ബഹുമാനമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധ ഖുർആനിലൊരു അധ്യായമുണ്ട്. ഏതൊരു വസ്തുവിനും ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിൻ്റെ ഹൃദയം സൂറത്തു യാസീനാണ്. യാസീൻ നമുക്കറിയാം 83 ആയത്തുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവെന്ന് പറയുമ്പോൾ എത്ര വർഷമാണ്? 83 വർഷമാണ്. സൂറത്ത് യാസീൻ്റെ ആയത്തുകളുടെ എണ്ണം 83ആണ്. അപ്പോൾ അത് തമ്മിലുള്ളൊരു കണക്ഷൻ, ഖുർആൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഒമൻ ഖറഅഹ, ആരെങ്കിലും സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ, കതബല്ലാഹു ലഹു ഖിറാഅത്തൽ ഖുർആനി 10 മറാത്തിൻ, പരിശുദ്ധ ഖുർആൻ 10 തവണ പാരായണം ചെയ്തവൻ്റെ പ്രതിഫലം 1 തവണ സൂറത്തു യാസീൻ കുറ്റമറ്റ നിലയിൽ നിർവഹിക്കുന്നവന് അള്ളാഹു നൽകുമെന്ന് കതബല്ലാഹു, അള്ളാഹുവിനെ രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ആ ഒരു വല്ലാത്ത ഒരു സൗഭാഗ്യത്തിൻ്റെ മാസ്മരികത നമുക്ക് കാണാൻ കഴിയാണ്. ഖുർആനിൻ്റെ ഹൃദയമാകുന്ന സൂറത്തു യാസീൻ അതുപോലും ഒരു പക്ഷേ കുറ്റമറ്റ നിലയിൽ നമ്മൾ ഈ മനോഹരമായ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ പാരായണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പാരായണം ചെയ്ത ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഓഫർ എത്രയെന്നറിയോ? കതബല്ലാഹു ലഹു ബി ഖിറാഅത്തിഹാ ഖിറാഅത്തൽ ഖുർആനി 10 മറാത്തിൻ, 10 തവണ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തവൻ്റെ പ്രതിഫലമാണ്. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, മദ്ഹബിൻ്റെ ഇമാമായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ അല്ലാത്ത മാസങ്ങളിൽ എല്ലാ ദിവസവും 1 തവണ ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കും. റമദാനിലോ? റമദാൻ ഖുർആൻ അവതരിച്ച മാസമാണ്. ഖുർആനിൻ്റെ അവതീർണതയുടെ വാർഷികം ആഘോഷിക്കുന്ന മാസമാണ്. അതുകൊണ്ട് ഒരു ദിവസത്തിൽ 2 ഖത്മുകൾ പരിശുദ്ധ റമദാനിൽ ഓരോ ദിവസവും ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പൂർത്തിയാക്കുമായിരുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട്, നമ്മൾ ഒരു റമദാനിൽ 1 തവണ പോലും ഖത്മ് തീർക്കാത്തവർ നമ്മൾക്കിടയിലുണ്ട്. ഒരുപാട് ആളുകൾ ഖുർആനിൻ്റെയും റമദാനിൻ്റെയും മഹത്വം മനസ്സിലാക്കിയിട്ട് 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ ഖത്മ് തീർക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ അശ്രദ്ധയുടെ മൂടുപടം പേര് നടക്കുന്ന ഒരു സമൂഹം നമ്മൾക്കിടയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഹ്രസ്വമായ ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. 1 തവണ സൂറത്തു യാസീനെങ്കിലും ഓതിയാൽ അള്ളാഹു അവർക്ക് നൽകും. കതബല്ലാഹു ലഹു ബി ഖിറാഅത്തിഹാ, അള്ളാഹു അത് രേഖപ്പെടുത്തുന്നതാണ്. കത്തബ എന്ന വാക്കിന് നമുക്കറിയാം എഴുതി എന്നാണ്. അത് എഴുതി വെക്കും. എന്ത്? ആ ഖുർആനിൻ്റെ പാരായണം കൊണ്ട്, സൂറത്ത് യാസീൻ്റെ പാരായണം കൊണ്ട് ഖിറാഅത്തുൽ ഖുർആനി 10 മറാത്ത്, ഖുർആൻ മുഴുവൻ 10 തവണ ഓതിയവൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിലെ മനോഹരമായ ഈ രാത്രി, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, നമുക്ക് മുമ്പിൽ ഇനിയും ഒറ്റപ്പെട്ട രാവുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 27-ാം രാവ് വരുന്നുണ്ട്. ആ രാവുകളെയൊക്കെ ഒരു യാസീൻ ഓതിയിട്ടെങ്കിലും ഖുർആനിൻ്റെ അവതീർണത കൊണ്ട് മഹത്വം നൽകപ്പെട്ട ലൈലത്തുൽ ഖദർ, അതല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിൽ ആണല്ലോ വിശുദ്ധ ഖുർആൻ നാം ഇറക്കിയത്. അതുകൊണ്ട് ആ രാത്രിക്ക് വലിയ മഹാത്മ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഖുർആൻ പറ്റുന്നിടത്തോളം പാരായണം ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് സൂറത്ത് യാസീനെങ്കിലും ഓതിയാൽ അള്ളാഹു നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ മഹത്വം മനസ്സിലാക്കിയിട്ട് 10 തവണ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം എന്ന നിലയിൽ നമുക്ക് നൽകപ്പെടുമ്പോൾ, ഒരു രാവിൽ 10 തവണ മുഴുവൻ ഖുർആൻ ഓതാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഒരു യാസീൻ കൊണ്ട് കഴിയും. യാസീൻ തന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമുക്ക് ഇന്ന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ആ ചുറ്റുമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിയമാനുസൃതം റത്തിലിൽ ഖുർആന തർത്തീല എന്നാണല്ലോ, ഖുർആൻ അതിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഏതൊന്നിനും ഒരു നിയമമുണ്ട്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അതിന് നിയമമുണ്ട്.
ഏതൊരു ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമമുണ്ട്. ഏതൊരു മേഖലകളിലും കൃത്യമായൊരു നിയമമുണ്ട്. ഖുർആൻ പാരായണത്തിനും ഒരു നിയമമുണ്ട്. മദ്രസകളിൽ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ എല്ലാവരും മദ്രസയിൽ പഠിച്ചിട്ടുള്ളവരാണ്. അവരൊക്കെ തജ്വീദ് പഠിച്ചിട്ടുള്ളവരാണ്. ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ആ തജ്വീദ് പ്രകാരം ഒരു സൂറത്തു യാസീൻ പാരായണം ചെയ്ത് ആ പുണ്യം കരസ്ഥമാക്കാൻ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നമുക്ക് കഴിയണം. ഒരുപാട് ഖുർആൻ ഓതണം. അന്നത്തെ രാത്രി തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബി ഇദ്നി റബ്ബിഹിം, റബ്ബിൻ്റെ വേണ്ടുകയോടെ സമ്മതത്തോടെ ആകാശലോകത്തെ ഛത്രാധിപതിയായ ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങളുമായിട്ടാണ് വരിക. ആ സൗഭാഗ്യങ്ങളെ മുഴുവൻ നമുക്ക് ചോദിച്ചു വാങ്ങണം. അതല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ കടമപ്പെട്ടവരും അർഹതയുള്ളവരുമായി നമ്മൾ മാറണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പടച്ചോന് വേണ്ടി ഉറക്കമുളയ്ക്കണം, പടച്ചോന് വേണ്ടി നിസ്കരിക്കണം, പടച്ചോന് വേണ്ടി ഖുർആൻ ഓതണം, പടച്ചോന് വേണ്ടി നമ്മുടെ നാവിനെ അടക്കി നിർത്തണം, പടച്ചോന് വേണ്ടിയിട്ട് അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് സൂക്ഷ്മതയുടെ പര്യായമായി ഒരു രാവിനെ പ്രയോജനപ്പെടുത്തിയാൽ തറാവീഹ് നിസ്കരിച്ച്, വിത്ർ നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ച്, ഖുർആനോദി, ദിക്റുകൾ ചൊല്ലി, നന്മകൾ ചെയ്ത്, സ്വതക്കകൾ ചെയ്ത് ആ രാവിനെ എന്തെല്ലാം സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ലൈലത്തുൽ ഖദറിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയാൽ, നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയാൽ, ആ ലൈലത്തുൽ ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നന്മകളെ മുഴുവൻ ആവാഹിക്കാൻ നമുക്ക് പറ്റിയാൽ ഒരു പുരുഷായുസിൽ ഒരൊറ്റ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ മതിയാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മളിൽ എല്ലാവരും 50, 55, 60 വയസ്സിൽ മരണപ്പെട്ടു പോകുന്നവരാണ്. പക്ഷേ ഒരു ലൈലത്തുൽ ഖദർ ലഭ്യമായാൽ 83 വർഷവും 4 മാസവും ഒരാൾ സുഹൃതങ്ങൾ ചെയ്ത് ജീവിച്ചവന് തുല്യമായി തീരും. അതിനേക്കാൾ അതുക്കും മേലെ എന്ന് പറയില്ലേ, ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രി എന്നാണ്. 1000 മാസങ്ങളേക്കാൾ പുണ്യമാണ്. അപ്പോൾ 83 വർഷവും 4 മാസവും അല്ല, അതിനേക്കാൾ അപ്പുറം പുണ്യമുള്ള ഒരു രാത്രിക്കാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ഉൾക്കൊള്ളുക. എന്നിട്ട് ആ ലൈലത്തുൽ ഖദർ ഈ വർഷം എനിക്ക് നഷ്ടപ്പെടരുത്. കാരണം സമകാലിക സാഹചര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ അടുത്ത റമദാനിൽ ഈ രൂപത്തിൽ പടച്ചോന് വേണ്ടി നോമ്പനുഷ്ഠിക്കാനോ അതല്ലെങ്കിൽ തറാവീഹ് നിസ്കരിക്കാനോ എല്ലാത്തിനും നമുക്ക് ആഫിയത്തും ആരോഗ്യവും ഉണ്ടാകുമോ എന്നോ നമ്മുടെ രാജ്യം ഈ നിലയിൽ നിലനിൽക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും വലിയ ഭയാനകരമായ ഒരവസ്ഥയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം കണക്കുകൂട്ടുക. കിട്ടിയ അവസരം ബുദ്ധിമാൻ്റെ ലക്ഷണമാണ്. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിമാൻ്റെ ലക്ഷണമാണ്. ആ അവസരത്തെ നന്നായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.